സമാനമായിട്ടുള്ള സാൽമനുകൾ കടലിൽ ജീവിക്കുന്നു, മുട്ടയിടാൻ ഫ്രഷ് വാട്ടറിലേക്ക് വരുന്നു. ഇതിൻ്റെ തന്നെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മനഞ്ഞിലുകൾ മുട്ടയിടാൻ വേണ്ടി കടലിലേക്ക് പോകും. വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മനഞ്ഞിൽ എന്ന് പറയുന്ന മീനുകളെ പറ്റിയിട്ട്. ഈ വ്ലാഞ്ഞില്, വാളൻ മീൻ എന്നൊക്കെ പറയുന്ന വലിയൊരു പാമ്പിന്റെ പോലെ ബോഡിയുള്ള ഒരു നീളമുള്ളൊരു ബോഡിയുള്ളൊരു വലിയ മീനാണ് മനഞ്ഞിൽ എന്ന് പറയുന്നത്. അതൊരു കാറ്റഡ്രോമസ് ഫിഷാണ്. കാറ്റഡ്രോമസ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കുന്ന ഒരിടത്തും മുട്ടയിടുന്ന മറ്റൊരു സ്ഥലത്തും അങ്ങനെയാണ്. ഇവര് ഫ്രഷ് വാട്ടർ മീനുകളാണ്. നമ്മുടെ പുഴകളിൽ, തോടുകളിൽ, പാടങ്ങളിൽ ഒക്കെ ഉള്ള ഒരു മീനാണ്. അത് വളരെ മൂവ്മെൻ്റ് ഒക്കെ വളരെ കുറവുള്ള, ഇങ്ങനെ ചതുപ്പിനകത്ത് എപ്പോഴും മണ്ണിനകത്ത് പൊതിഞ്ഞ് കിടക്കുന്ന ഒരു തരം മീനുകളാണ്. അവർ പകല് ആക്റ്റീവ് അല്ലായിരിക്കും, കുറച്ച് കുറവേ ഉള്ളായിരിക്കും. രാത്രി ആകുമ്പോൾ ഒരു കൂടുതൽ ആക്റ്റീവ് ആകും, അങ്ങനത്തെ ഒരു ജീവി. അപ്പം ഈ ജീവികൾ മുട്ടയിടാൻ പോകുന്നത് കടലിലേക്കാണ്. ഈ സാൽമൺ എന്ന് പറഞ്ഞ ഫിഷിന്റെ സമാനമായിട്ടുള്ള സാൽമനുകൾ കടലിൽ ജീവിക്കുന്നു, മുട്ടയിടാൻ ഫ്രഷ് വാട്ടറിലേക്ക് വരുന്നു. ഇതിൻ്റെ തന്നെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മനഞ്ഞിലുകൾ മുട്ടയിടാൻ വേണ്ടി കടലിലേക്ക് പോകുന്നു. ഈ കടലിൽ പോയിട്ട് ആ മുട്ടയിട്ട് അവിടെ ഫീമെയിൽ മീനുകൾ ഓപ്പണായിട്ട് മുട്ടയിടുന്നു. എക്സ്റ്റേണൽ ബീജസങ്കലനം വഴി മെയിൽ ഫിഷുകൾ അത് ബീജസങ്കലനം നടത്തുന്നു. ആ മുട്ടകൾ അതിന് കടലിൽ ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത്, ഓപ്പണായിട്ട് ഒഴുകി നടക്കും. അതായത് വെള്ളത്തിൽ മീൻ മുട്ടയിടും, അതിന്റെ മുകളിൽ ആൺമീനുകൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബീജസങ്കലനം നടത്തും. ഈ ഊത്തമീൻ ഉൾപ്പെടെ അങ്ങനെയാ ചെയ്യുന്നത്. എല്ലാ മീനുകളുടേതും അത്ര എനിക്കറിയില്ല. അപ്പോൾ ഈ മുട്ടയിലേക്കുള്ള ബീജസങ്കലനം നടക്കുന്നത് വയറിന് പുറത്താണ്, മുട്ടയിൽ ഇവര് രണ്ട് മീനുകൾ തമ്മിൽ സമ്പർക്കം ഉണ്ടാകുന്നില്ല. ആ മുട്ടയിലാണ് ബീജസങ്കലനം നടത്തുന്നത്. ആ മുട്ടകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ് ചെയ്യുന്നത് ആ കടലിൽ. പിന്നെ അത് വിരിയും. അപ്പൊ ആ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന മുട്ടയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ മീൻ നിൽക്കുമോ അതോ അങ്ങ് വിടത്തേ ഉള്ളൂ? ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികകാലം സർവൈവ് ചെയ്യില്ല. ഈ 5 മുതൽ 15 വർഷം വരെ ഫ്രഷ് വാട്ടറിലാണ് അത് ജീവിക്കുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് പിന്നെ ആ കടലിൽ നിന്ന് അത് തിരിച്ചു വരില്ല. ആ കടലിൽ തന്നെ കുറച്ച് നാൾ ജീവിക്കുമായിരിക്കും. ഇതിന്റെ ആയുസ് തീരുന്നത് കടലിൽ പോയിട്ടാ. മച്ചുവർ ആയിട്ടുള്ള അഡൾട്ട് മീനുകൾ പിന്നെ തിരിച്ചു വരില്ല, ചെറിയ മീനുകളെ തിരിച്ചു വരുള്ളൂ. ആ മുട്ട വിരിയുന്ന ഉണ്ടാകുന്ന മീനുകൾക്ക് പറയുന്ന ലെഫ്റ്റോസെഫാലസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മനഞ്ഞിൽ മീനുകൾ ഈ മുട്ടയിടുന്ന ഇതിന്റെ ഒരു അഡൾട്ട് സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഇവരുടെ ബോഡിക്ക് കുറച്ച് ചേഞ്ചസ് വരും. ഒരു ഫുഡ് കഴിക്കുന്ന കുറയ്ക്കും, ഇവരുടെ കണ്ണുകളുടെ വലിപ്പം കൂടും, ബോഡി ഒരു ചെറിയൊരു സിൽവർ കളറിലേക്ക് മാറും. അപ്പൊ അതിന് സിൽവർ ഈൽ സ്റ്റേജ് എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോഴാണ് ഇവർ മുട്ടയിടാറായി എന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യം വരുന്നത്. ആ സമയത്ത് ഇവർ നദികളിലൂടെയും കനാലുകളിലൂടെയൊക്കെ പ്രയാണം നടത്തി അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പോകും. അങ്ങനെ കടലിലെത്തും. കടലിൽ ഇങ്ങനെ മുട്ടയിട്ടിട്ട് ആ മുട്ട കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിരിഞ്ഞ് അല്ലാണ്ട് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന ലെഫ്റ്റോസെഫാലസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മീനുമായിട്ട് ഒരു രൂപമില്ലാത്ത ഒരു കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒരു ഇല പോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു നാട പോലെ ഇരിക്കും. കുഞ്ഞാണെന്ന് നമ്മൾക്ക് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല ആ സമയത്തൊന്നും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മറ്റേ മണ്ണിരയുടെ ഒക്കെ പോലെ ആ ഒരു രൂപത്തിലേക്ക് ആയി കഴിയുമ്പോൾ അവർ വീണ്ടും കടലിൽ നിന്ന് ഫ്രഷ് വാട്ടർ വഴി തിരിച്ച് ഈ കനാലുകൾ വഴി വീണ്ടും പുഴകളിൽ എത്തിച്ചേരും.